അൺകണ്ടീഷനായിട്ട് ഫണ്ട് തരാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇതില്ലാതെയും നല്ല സ്കൂളുകൾ നടത്താനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. കേരളം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ്. ഇനി ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് അംഗീകരിക്കാതെ ഇതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് ബംഗാളും. ഇത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ കിടക്കുന്ന സമയത്ത് എന്തിനാണ് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അതിനെ സ്വീകരിച്ചത് എന്ന ചോദ്യം വളരെ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അരികത്ത് പോലും ഇല്ലാതിരുന്നവർ, ബ്രിട്ടീഷുകാരൻ്റെ ഷൂസ് നക്കിയവൻ, ബ്രിട്ടീഷുകാരനെ അടിമത്തം നൽകിയവൻ, അല്ലെങ്കിൽ അതിന് കീഴിൽ അടിമയായിട്ടിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒപ്പുവെച്ച് കൊടുത്തവൻ, അവരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പഠിപ്പിക്കുന്നതായ ചരിത്രം നമ്മളുടെ എല്ലാ കുട്ടികളും പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറേ കഴിയുന്ന സമയത്ത് എത്ര ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പഠിപ്പിക്കൂടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കും, RSSനെ കുറിച്ച് പഠിപ്പിക്കും, അതേപോലെ തന്നെ RSS നേതാക്കളെക്കുറിച്ചും പഠിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പാഠപദ്ധതി സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. ആ ഏകീകൃത സ്വഭാവം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം, ഒരു ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന RSSൻ്റെ മറ്റൊരു മുദ്രാവാക്യമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതുപോലെ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഈ അവകാശങ്ങളെല്ലാം ഞങ്ങളങ്ങ് എടുത്തു എന്ന്. അങ്ങനെ എല്ലാ അവകാശങ്ങളും അവർ എടുക്കുന്ന ആ പ്രോസസ്സ് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിനും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നമസ്കാരം. എന്തുകൊണ്ടാണ് BJP NEP എന്ന് പറയുന്നതായിട്ടുള്ള പദ്ധതി ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നത്? എന്താണ് BJPക്ക് അതിനുള്ള താല്പര്യം? എന്താണ് RSS അതിനെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം. 2020 കേന്ദ്ര സർക്കാർ നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതി ആകെ പൊളിച്ചെഴുതാനായിട്ട് തീരുമാനിക്കുന്നു. നല്ല കാര്യം എന്നാണ് പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും കരുതിയത്. കാരണം വിദ്യാഭ്യാസ രംഗം നിരന്തരമായിട്ട് പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, സാങ്കേതികവിദ്യയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച്, സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ പുതിയ മനുഷ്യൻ്റെ നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖല നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും വിദ്യാഭ്യാസ വിജക്ഷകർ മാൻ മേക്കിംഗ് പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എങ്ങനെ മാൻ മേക്കിംഗ് പ്രോസസ്സിനെ യഥാർത്ഥത്തിൽ കമ്മ്യൂണലൈസ് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണവും ഗവേഷണവുമാണ് BJPയും RSSും ഒരുമിച്ച് ഈ കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം മാൻ മേക്കിംഗ് പ്രോസസ്സ് അല്ല, പകരം ഹിന്ദുത്വ മേക്കിംഗ് പ്രോസസ്സായിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം നൽകുന്ന പ്രക്രിയകളിലൂടെ വിദ്യാഭ്യാസ രംഗത്തെ കടന്നു വരുന്ന വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെയുള്ള അവരുടെ മനസ്സിനെ, അവരുടെ സൈക്കിനെ ആകമാനം മാറ്റിയെടുക്കുകയും അതിനെ ഒരു കാവ്യ നിറമുണ്ടാക്കുകയും കാവ്യ രുചി ഉണ്ടാക്കുകയും കാവ്യ രാഷ്ട്രീയം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. NEP മുന്നോട്ട് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, പ്രഭാത് പട്നായിക് അടക്കമുള്ളതായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ വശങ്ങളെക്കുറിച്ച് ശക്തമായിട്ട് ചർച്ച ചെയ്തിരുന്നു. NEPയുടെ പൊതു സ്വഭാവം എന്താണ്? അത് നമുക്ക് 3 Cകളിൽ കേന്ദ്രീകരിക്കാവുന്നതാണ്. 3 Cകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1 സെൻട്രലൈസേഷൻ, 2 കൊമേഴ്സ്യലൈസേഷൻ, 3 കമ്മ്യൂണലൈസേഷൻ. ഈ 3 Cകളും വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമാക്കുക വിദ്യാഭ്യാസത്തെ എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെ കേന്ദ്രീകൃതമാക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും അതിലെന്താ കുഴപ്പം എന്നുള്ളത്. ഇതുവരെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരുന്നൊരു സ്വാതന്ത്ര്യം, ഓരോ സംസ്ഥാനം നൽകിയിരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം, അതൊരു ഫെഡറൽ കൺസെപ്റ്റിനകത്ത് വരുന്ന സ്വാതന്ത്ര്യമായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ പൊളിച്ചെഴുതുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കരട് പദ്ധതികൾ ഇതുവരെ നൽകിയിരുന്നത് സംസ്ഥാനങ്ങളായിരുന്നു. സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ആ കരട് പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആത്യന്തികമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതുവരെയും സാധാരണ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളെല്ലാം പൊളിച്ചെഴുതി പുതുക്കപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് എന്നാണ്. കൺകറൻറ്റ് ലിസ്റ്റ് ആവുക, അതായത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 ലിസ്റ്റുകളിൽ ഒന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, മറ്റൊന്ന് സെൻട്രൽ ലിസ്റ്റ്, മൂന്നാമത്തെ കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പരമാധികാരം സംസ്ഥാനത്തിനും, സെൻട്രൽ ലിസ്റ്റിൽ പരമാധികാരം കേന്ദ്രത്തിനും, കൺകറൻറ്റ് ലിസ്റ്റിൽ അധികാരം
സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും പങ്കിടുന്നതുമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഈ പങ്കിടലാണ് വിദ്യാഭ്യാസ പദ്ധതി പുതുക്കുന്ന സമയത്ത് അതിൻ്റെ കരട് രേഖ തയ്യാറാക്കാനായിട്ടുള്ള അവകാശം സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. അത് പിന്നീട് പരിഷ്കരിക്കാനായിട്ടുള്ള അവകാശം കേന്ദ്രത്തിനും കൊടുത്തുകൊണ്ടുള്ളൊരു സമീപനമുണ്ട്. അത് പൊളിച്ചു മാറ്റി കേന്ദ്രമെല്ലാം തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളുടെ ഒരു അഭിപ്രായം കേൾക്കാനായിട്ട് കേന്ദ്രം തയ്യാറായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എല്ലാ അവകാശങ്ങളും ഞങ്ങളിങ്ങെടുത്തു എന്ന് പ്രഖ്യാപിക്കലായിരുന്നു. സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതുപോലെ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഈ അവകാശങ്ങളെല്ലാം ഞങ്ങളങ്ങ് എടുത്തു എന്ന്. അങ്ങനെ എല്ലാ അവകാശങ്ങളും അവർ എടുക്കുന്ന ആ പ്രോസസ്സ് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിനും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് അവരുടെ അവകാശങ്ങൾ തന്നെ സമ്പൂർണ്ണമായിട്ട് കവർന്നെടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് സെൻട്രലൈസേഷൻ അനുവദിക്കാതിരിക്കുന്നത്. ഇത് മാത്രമാണോ സെൻട്രലൈസേഷൻ ആയിരുന്നു? അല്ല. വിദ്യാഭ്യാസത്തിന് ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക. ആ ഏകീകൃത സ്വഭാവം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന RSSൻ്റെ മറ്റൊരു മുദ്രാവാക്യമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് എന്ത് പഠിക്കണം, നിങ്ങളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന പ്രഖ്യാപനം അവിടെയുണ്ട്. അതിനെ നമുക്ക് ബഹുസ്വരമായ ഒരു സമൂഹം എന്ന നിലയ്ക്ക് അംഗീകരിക്കാനായിട്ട് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെട്ടു. രണ്ടാമത്തത് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമായിട്ട് വാണിജ്യവൽക്കരിക്കുക എന്നാണ് പറയുന്നത്. മാർഗരറ്റ് താച്ചറും അതേപോലെ തന്നെ റൊണാൾഡ് റീഗനുമൊക്കെ മുന്നോട്ട് വെച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മത്സരക്ഷമമായിട്ടുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. വിദ്യാർത്ഥികളെ പരസ്പരം മത്സരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് ക്യാരക്ടേഴ്സാക്കി മാറ്റുക. മനുഷ്യത്വം അവിടെ വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ മത്സരിക്കൂ, അവരെന്നെ കീഴടക്കൂ, അങ്ങനെ മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പുതിയ മനുഷ്യനെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് മാർഗരറ്റ് താച്ചറുടെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മനുഷ്യർ മത്സരക്ഷമമുള്ള കഥാപാത്രങ്ങളായി മാറിത്തീരട്ടെ, മനുഷ്യത്വം അവർക്ക് വേണ്ട എന്നുള്ളതാണ്. അതിനെ ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? വിദ്യാഭ്യാസം സമ്പൂർണ്ണമായിട്ട് കച്ചവടവൽക്കരിക്കാനുള്ളതാണ്. എല്ലാ മേഖലയിലും വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് മനുഷ്യൻ എങ്ങനെ സ്വീകരിക്കാനായിട്ട് പറ്റും? മനുഷ്യനെ സ്വീകരിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് കോഗിറ്റോ എർഗോസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി നമ്മൾ കേട്ടിട്ടുള്ളത്. ഡെക്കാർട്ട് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ചിന്തകനാണ് ഈ കോഗിറ്റോ എർഗോസം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ച്. അതിന് പകരം മാർഗരറ്റ് താച്ചറുടെ കാലത്ത് പുതിയ ഒരു കൺസെപ്റ്റ് മാർക്കറ്റിങ്ങിൻ്റെയും കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. അത് റോബർട്ട് ക്രൂജർ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞ് ഞാൻ വാങ്ങുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഐ ബൈ ദ ഫ്രൈ എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങുന്നതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വാങ്ങലിൽ ഷോപ്പിങ്ങിൽ മാത്രമുള്ളതാണ് എന്നുവെച്ചാൽ ജീവിതം സമ്പൂർണ്ണമായിട്ട് വിപണിവൽക്കരിച്ചു എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് മനുഷ്യ എന്ന നിലക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് നാം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് കമ്മ്യൂണലൈസേഷനാണ്, വാണിജ്യവൽക്കരണം. കമ്മ്യൂണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റിയെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുത്വവൽക്കരണമാണ് ഈ കമ്മ്യൂണലൈസേഷൻ എന്ന് പറയുന്നതിലൂടെ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഹിന്ദുത്വം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പാഠ്യപദ്ധതികളെ ഉപയോഗിക്കുക. അങ്ങനെ പാഠ്യപദ്ധതി തന്നെ അതിനൊരു ഉപകരണമാക്കി മാറ്റി തീർക്കുക. എനിക്ക് തോന്നുന്നു ഇന്നാണ്, കുറച്ച് മുമ്പാണ് ഞാൻ കേട്ടത്, സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങളെല്ലാം പഠിപ്പിക്കൂടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കും, RSSനെ കുറിച്ച് പഠിപ്പിക്കും, അതേപോലെ തന്നെ RSS നേതാക്കളെക്കുറിച്ചും പഠിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പാഠപദ്ധതി സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് എതിർക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്, ലോകത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യരെ പഠിപ്പിക്കേണ്ടത്. കാരണം ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചിരുന്നത് എന്നുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അരികത്ത് പോലും ഇല്ലാതിരുന്നവർ, ബ്രിട്ടീഷുകാരൻ്റെ ഷൂസ് നക്കിയവൻ, ബ്രിട്ടീഷുകാരനെ അടിമത്തം നൽകിയവൻ, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ അടിമയായിട്ടിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒപ്പുവെച്ച് കൊടുത്തവൻ, അവരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അവർ പഠിപ്പിക്കുന്നതായ ചരിത്രം നമ്മളുടെ എല്ലാ കുട്ടികളും പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുറേ കഴിയുന്ന സമയത്ത് എത്ര ശക്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യ സാക്ഷാത്കാരം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതുകൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന തലക്ക് വെളിവുള്ള മുഴുവൻ ആളുകളും
ഈ പുതിയ പാഠ്യപദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരിക്കലും 3 സികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 സികളെ വീണ്ടും നമ്മൾ വളരെ കർശനമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ. അതിനെ അതിശക്തമായിട്ട് എതിർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ഇത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ കിടക്കുന്ന സമയത്ത് എന്തിനാണ് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അതിനെ സ്വീകരിച്ചത് എന്ന ചോദ്യം വളരെ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തെ അഭിസംബോധന ചെയ്യാതെ എങ്ങനെയാണ് അവർക്ക് പോകാനായിട്ട് കഴിയും? ഇനി ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് അംഗീകരിക്കാതെ ഇതിനെതിരെ പ്രതിരോധിച്ച് നിൽക്കുന്നത്. ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് ബംഗാളും. ഈ 2 സ്ഥലങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആ തമിഴ് ക്യാരക്ടർ എന്ന് പറയുന്നത് അവൻ്റെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനകത്ത് ജ്വലിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി കീഴടക്കാൻ അവൻ തയ്യാറല്ല. ഹിന്ദി അവിടെ കൊണ്ടുവരുന്നവന് ഓടിച്ചിട്ട് അടിക്കും അവർ. ഹിന്ദിയിൽ എവിടെയെങ്കിലും ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറടിച്ച് അവർ തീർക്കും. ത്രിഭാഷ വിദ്യാഭ്യാസ പദ്ധതിയെപ്പോലും ഈ തമിഴ്നാട്ടിൽ അവർ അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ബംഗാൾ എതിർക്കുന്നത് വെച്ചാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൻ്റെ ഒരു കൾട്ടുണ്ട്, ടാഗോറിൻ്റെ ഒരു കൾട്ടുണ്ട്. ബംഗാളി ബോധം, വംഗബോധം എന്ന് പറയും, അതിശക്തമാണ്. അവൻ ഉണ്ടാക്കിയ സ്കൂളിൻ്റെ മുന്നിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കാനായിട്ട് മമത തയ്യാറല്ല, ഒരു ബംഗാളിയും തയ്യാറല്ല. എടുത്തുകൊണ്ട് പോടാ എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലുള്ള ശാഠ്യം എന്ന് പറയുന്നത് ശക്തമായിട്ട് ഈ 2 സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് രണ്ടുപേരും 2 രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. തമിഴ്നാട് കോടതി കയറാൻ തീരുമാനിക്കുന്നു. മമത പറയുന്നു ഞങ്ങൾക്കത് വേണ്ട, ഒരു തരത്തിലുള്ള കണ്ടീഷനുമില്ലാതെ അൺകണ്ടീഷനായിട്ട് ഫണ്ട് തരാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഇതില്ലാതെയും നല്ല സ്കൂളുകൾ നടത്താനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. കേരളം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സാങ്കേതിക മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ആണ് ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സമയത്ത് 4 വർഷ ബിരുദം എന്ന് പറയുന്നത് അതിൽ എതിർക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 4 വർഷം 5 വർഷം ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിക്കൊള്ളട്ടെ. അത് നയത്തിൻ്റെ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അത് സാങ്കേതികമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് വ്യത്യസ്തമാകാം. ഇപ്പോൾ ലോകത്ത് പലയിടത്തും 4 വർഷ ബിരുദമാണ് നിലനിൽക്കുന്നത്. അതിൽ തന്നെ എൻട്രി ആൻഡ് എക്സിസ്റ്റൻ്റ്. നിങ്ങൾക്ക് 1 വർഷം പഠിക്കാം, ഇറങ്ങിപ്പോകാം, 2 വർഷം കഴിഞ്ഞ് വീണ്ടും കയറാം, പിന്നെ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാം. അങ്ങനെ എക്സിസ്റ്റ് എൻട്രി ഉള്ള രീതിയിൽ ഈ 4 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് ഓണേഴ്സ് ബിരുദം എന്ന് പറയുന്നത് ലഭിക്കുന്നത്. ഓരോ വർഷം പൂർത്തീകരിക്കുന്ന സമയത്തും നമുക്കതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ. അതൊക്കെ അതിൻ്റെ സാങ്കേതിക പ്രശ്നത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നയപരമായിട്ടുള്ള പ്രശ്നത്തിലും രാഷ്ട്രീയ പ്രശ്നത്തിലും ഇടപെടണം. അത് ഓരോ മനുഷ്യൻ്റെയും ഇൻഡിവിജ്വാലിറ്റിയുടെ പ്രശ്നമാണ്, അതിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരു കാരണവശാലും അത് അടിയറ വെക്കാനായിട്ട് പറ്റുകയില്ല.